സിജോ ഒരു എക്സലന്റ് മൈൻഡ് ഗെയിമറാണ്. ഇത് ഞാൻ ഇവിടെ പറയാൻ ഒരു കാരണമുണ്ട്. ഇന്നലെ ആരെല്ലാം സിജോനെ നോമിനേഷനിൽ നോമിനേറ്റ് ചെയ്തോ അവരെല്ലാവരും പറയുന്ന ഒരു കാരണം സിജോ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്നാണ്. ഇത് ഒരു ദിവസം കഴിയുമ്പോഴേക്കും തന്നെ വീട്ടിലുള്ള എല്ലാവരും അത് ബോധ്യപ്പെടുത്താൻ സിജോയ്ക്ക് കഴിഞ്ഞു. അത് മേ ബി ഇന്നലെ ജാൻമന്റെ ഇഷ്യൂവിൽ ഇടപെട്ടതാവാം, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്ന ആ ഗെയിമിൽ കളിച്ചതാവാം. റീസൺ എന്തായാലും അങ്ങനെ ഒരു സ്ട്രോങ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സിജോയ്ക്ക് കഴിഞ്ഞു. എൻ്റെ ഒരു ചോദ്യം, ഇന്നലെ നമ്മുടെ കണ്ടസ്റ്റൻസ് ചെയ്തത് ശരിയാണോ? കാരണം നോമിനേറ്റ് ചെയ്യുമ്പോൾ സിജോ ഒരു സ്ട്രോങ് പ്ലെയർ എന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? കാരണം അവരുടെ മനസ്സിലുള്ള തോന്നൽ ഇപ്പോൾ ഓഡിയൻസിലോട്ടും കൂടെ അവർ എത്തിച്ചിരിക്കുകയാണ്. അവർ അംഗീകരിച്ചു കഴിഞ്ഞു സിജോ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് എന്ന്. രതീഷും ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ കളിക്കുന്നുണ്ട്. പക്ഷെ രതീഷിനെയും സിജോയുടെയും കളിയുടെ വ്യത്യാസം ഇതാണ്. സിജോ ബുദ്ധി കൊണ്ട് കളിക്കുന്നു, രതീഷ് നല്ലോണം എഫേർട്ട് ഇട്ട് കളിക്കുന്നു. രതീഷും ഒരു എക്സലന്റ് പ്ലെയർ തന്നെയാണ്, നമുക്ക് പറയാതെ വയ്യ. ഇന്ന് രാവിലത്തെ നമ്മുടെ രതീഷ് ജാൻമണി ഇഷ്യൂവിൽ ഞാൻ ആകെ കണ്ട ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയൻ രംഗത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. രതീഷിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ സ്ഥലം താൻ ഓവറാക്കി ചാളാക്കണ്ടെന്ന്. അതിനുശേഷമുള്ള എല്ലാ കാര്യത്തിലും ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെ മുടിയൻ നിൽക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ അർജുൻ ഇന്നലെ ടീം സെലക്ഷൻ തെറ്റിയാലും ഇന്ന് ആ ജാൻമണി ഇഷ്യൂ ഹാൻഡിൽ ചെയ്ത വിധം വളരെ ഗംഭീരമായിരുന്നു. അർജുൻ നല്ല സ്ട്രോങ് ആയ ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. ഇവരിൽ നിന്ന് ഒട്ടും കുറവില്ലാത്ത ജാസ്മിൻ ജാഫറും റോക്കി ബായും ഇന്നലെ തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ 100% ആക്റ്റീവായിട്ടാണ് അവർ ഹൗസിന്റെ ഉള്ളിൽ നിൽക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ ആവും കണ്ടന്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സീസണാണ് സീസൺ 6. അടുത്ത കണ്ടന്റുമായിട്ട് കാണും വരയ്ക്കും ബൈ.